ruchibedhangal. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നല്ലൊരു മുറുക്കിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു മുറുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ചെറുപയറിൻ്റെ പരിപ്പുണ്ടല്ലോ, ചെറുപരിപ്പ് കൊണ്ടുള്ള അടിപൊളി മുറുക്കാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പിയാണ്. വീഡിയോയിലേക്ക് പോണതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണേ. അപ്പോൾ ഞാനിവിടെ അര കപ്പ് ചെറുപരിപ്പ് നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം അധികം വെള്ളം ഒഴിക്കാതെ നന്നായിട്ട് വേവിച്ച് വെച്ചാൽ കേട്ടോ. നന്നായിട്ട് വെന്താൽ മാത്രമേ ഇത് നല്ല പേസ്റ്റ് പോലെ നമുക്ക് ആക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം ചൂടോടെ തന്നെ ഇതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കണം. നിങ്ങൾ ഏത് കപ്പിലാണോ മെഷർ ചെയ്യണേ ആ കപ്പിൽ വേണം എല്ലാ അളവുകളും എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഡയറക്റ്റായി ഇങ്ങനെ തന്നെ കാണിക്കണേ. ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടിയപ്പപ്പൊടിയോ പത്തിരിപ്പൊടിയോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതിന് പകരമായിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച ചെറുപരിപ്പ് പേസ്റ്റ് ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുപോലെ വെറൈറ്റി ആയിട്ട് കുറേ മുറുക്കിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എല്ലാം ഒന്ന് കാണണം, അതുപോലെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇനി കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ടുള്ള ഒരു ഡോ പോലെ ആക്കിയെടുക്കണം. നല്ല സോഫ്റ്റ് ആയിരിക്കണം മാവ്, എന്നാലേ നമ്മുടെ ആ ചില്ലിക്കൂടെ നല്ല സോഫ്റ്റായിട്ട് അത് ഇറങ്ങി വരുള്ളൂ. ഈ സമയം വേണം നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്യാനായിട്ട്. ഇൻ കേസ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇടുക, കൂടിപ്പോയാൽ കുറച്ച് അരിപ്പൊടി കൂടെ ഇടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തിക്കായിട്ടുള്ള ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലുള്ള ഒരു ഡോ ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിരിക്കണം കേട്ടോ, അതുപോലെ ആയിരിക്കണം. ഇനി നമുക്ക് മുറുക്ക് പ്രസ്സിലേക്ക് മാവിട്ട് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 സ്റ്റാർ ചില്ലാണ് എടുക്കണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചില്ലെടുത്ത് ചെയ്യാം കേട്ടോ. റൗണ്ടായിട്ടുള്ളത് എടുക്കാം, 3 സ്റ്റാറിൻ്റെ എടുക്കാം. അപ്പോൾ ഞാൻ മാവ് നന്നായിട്ട് ഒന്നും കൂടെ കുഴച്ച ശേഷം ഈ നമ്മുടെ മുറുക്ക് പ്രസ്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയൊരു മെത്തേഡ് ഉള്ളത് ചെറുപരിപ്പ് വറുത്ത് പൊടിച്ചിട്ടും നമുക്ക് ഈ മാവിൽ ചേർക്കാം കേട്ടോ. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ നന്നായി തോന്നിയത് ഈ ഒരു മെത്തേഡാണ്. അതിനുശേഷം എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. വൺസ് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതതുപോലെ ഡയറക്റ്റായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടാൽ മതി. എണ്ണയിൽ ഇട്ട ഉടനെ ഇളക്കാൻ നിൽക്കരുത്. ഒരു 2 മിനിറ്റെങ്കിലും കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ ഇതൊന്ന് ചട്ടുകം വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. എന്നാലേ അത് ഓരോന്നോരോന്നായിട്ട് തനിയായിട്ട് വിട്ട് വരുള്ളൂ. ഇട്ട ഉടനെ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടും. അപ്പോൾ പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ പുറമേ നല്ല ക്രിസ്പി ആവും, അകം വേവില്ല. എല്ലാ ഭാഗവും ഒരുപോലെ മൊരിച്ചെടുത്ത ശേഷം ഞാൻ എടുക്കുകയാണ് ആദ്യത്തെ ഒരു ബാച്ച്. ഇതുപോലെ നമുക്ക് എല്ലാ ബാച്ചും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ ബാച്ചും പിഴിഞ്ഞെടുത്ത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ബേസിൻ നിറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ മുറുക്ക്. അപ്പോൾ ഞാൻ അത് എത്ര ക്രിസ്പിയാണെന്ന് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അപ്പോൾ കേട്ടല്ലോ, എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അത്രയും ടേസ്റ്റിയും ക്രിസ്പിയാണ്, മിസ് ചെയ്യരുത്. ഉണ്ടാക്കി നോക്കിയാൽ മാത്രമേ സ്വാദറിയാൻ പറ്റുള്ളൂ. കടയിൽ പോലും കിട്ടാത്തൊരു സംഭവമാണ് ഈ ഒരു മുറുക്ക്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ.